ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇത് ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായി നിൽക്കുമ്പോൾ എനിക്ക് ഓർക്കിഡിൻ്റെ പൂ നിൽക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഇത് തിങ്ങി നിറഞ്ഞ് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇനി ഇതിൽ പൂക്കൾ വരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇതിൽ കുറച്ച് പൂക്കളേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പൂവ്. ഈ പീനട്ട് ബട്ടറിൻ്റെ പൂവും കായും നിങ്ങൾക്ക് ഇഷ്ടമാണോ? കമൻ്റായി രേഖപ്പെടുത്തുക. ഇതിൻ്റെ കായ കഴിക്കാൻ വേണ്ടി പക്ഷികളും തത്തകളും എല്ലാം വരാറുണ്ട്. ഈ കായ പഴുത്തിട്ടില്ല. പഴുത്ത് കഴിയുമ്പോഴാണ് നല്ല റെഡായി മാറാറ്. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടറിൻ്റെ പ്ലാന്റ്. ഇതിൻ്റെ ചുവട് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും, അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണിത്. സാധാരണയായി ഈ ഫ്രൂട്ട് കഴിക്കാൻ ഇവിടെ തത്തയും മറ്റു പക്ഷികളും വരാറുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡിനും റംബൂട്ടാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് വെയിൽ കുറവാണ്. സാധാരണ ഈ പ്ലാന്റിന് 5 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും നന്നായി വെയിൽ വേണം. എങ്കിൽ മാത്രമേ നിറയെ കായ്കളുണ്ടാകൂ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒന്ന് പഴുത്ത ഫ്രൂട്ടാണ്, മറ്റൊന്ന് നന്നായി പഴുക്കാത്ത ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് പഴുക്കുമ്പോൾ നല്ല റെഡ് കളറാണ്. ഈ അത്യാവശ്യം പഴുക്കാത്ത ഫ്രൂട്ട് നമുക്ക് ക്യാരറ്റൊക്കെ കഴിക്കും കണക്ക് നമുക്ക് പച്ചയ്ക്ക് കഴിക്കാം. ഞാൻ ക്യാരറ്റൊക്കെ കഴിക്കുന്നത് പോലെ പച്ചയ്ക്ക് കഴിക്കാറുണ്ട്. എനിക്ക് പഴുക്കുന്നതിനേക്കാൾ അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടവും. കിളികൾ കഴിച്ച അരിയാണ് ഇതിൻ്റെ ചുവട്ടിൽ കിടക്കുന്നത്. കാണാമെന്ന് കരുതുന്നു. സാധാരണ ഇത് ജ്യൂസ് അടിക്കാനും വെറുതെ കഴിക്കാറുമാണ് ചെയ്യാറ്. ഈ പീനട്ടിൻ്റെ കായ് വറുത്ത് കഴിക്കാറുണ്ടെന്ന് പറയുന്നു. അത് കഴിക്കുമ്പോൾ നമ്മുടെ കപ്പലണ്ടി പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരേക്കും കഴിച്ചിട്ടില്ല. ഇനി അത് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതിൻ്റെ കായ വെച്ച് അച്ചാറിടുകയും ഇതിൻ്റെ മൂക്കാത്ത കായ ഉപയോഗിച്ച് തീയലുണ്ടാക്കുകയും ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതുവരേക്കും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ മറ്റൊരു ഫ്രണ്ടിൻ്റെ ഉമ്മ ഈ കായ ഉപയോഗിച്ച് തോരൻ വെച്ചതായി പറയുന്നു. അതും കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോലെയൊന്നും ചെയ്തിട്ടില്ല. ഈ മരത്തിൽ അവിടെയും ഇവിടെയൊക്കെയായി പഴുത്ത് നിൽപ്പുണ്ട്. ഇത് ഞാൻ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിച്ചപ്പോഴേക്കും. പാലൊഴിച്ചായിരുന്നു ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയത്. അത് നല്ല രുചിയായിരുന്നു. ഇത് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതുപോലെ നിൽക്കുന്ന കായ്കൾ പറിച്ച് വെക്കുകയാണെങ്കിൽ വേഗം പഴുത്ത് കിട്ടും. ഇത് നമ്മുടെ മതിലിന് പുറത്ത് കിടക്കുന്ന കായ്കളാണ്. ഈ സൈഡിൽ നന്നായി വെയിൽ കിട്ടും. അതുകൊണ്ടാണ് ഈ സൈഡിൽ നിറയെ കായ്കൾ നിൽക്കുന്നത്. അകത്ത് കായ്കൾ കുറവാണ്. നമ്മുടെ ചെടിയുടെ പോട്ടിൽ തന്നെ ഇതിൻ്റെ തൈ പൊടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ തൈ. ഞാൻ പിഴുത് കാണിച്ചു തരാം. നിങ്ങൾ ഇതിൻ്റെ കായ്കൾ എന്താണ് ചെയ്യാറ്? കമൻ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ് ചെയ്തിട്ടുണ്ടാവും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.